അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട്. നമ്മളിന്ന് റൊണാൾഡോയുടെ 5 സ്കിൽസാണ് പ്രാക്ടീസ് ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയുണ്ട് 28 34 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ലൈക്കും കൂടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പണ്ട് ഒരു ക്രോസ് ബാർ ചാലഞ്ചിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീഡിയോന് മുമ്പ് അപ്പോഴൊക്കെ ആദ്യത്തെ രണ്ട് വീഡിയോസ് ഈ യൂട്യൂബ് ചാനലുണ്ട്. അതിന് മാത്രമേ 100-ഓ 200-ഓ വ്യൂസ് കടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയൊക്കെ കർവടിക്കാം, പിന്നെ ആ ക്രോസ് ബാർ ചാലഞ്ച്, പിന്നെ ജഗ്ലിങ്ങൊക്കെ വെറുതെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് 300 എത്രയോ വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്കില്ല് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം സ്പീഡ് കാട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ, പിന്നെ സ്പീഡിൽ ചെയ്യണം. സ്പീഡിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ബോൾ അടിക്കുന്നുണ്ട്. സ്പീഡിൽ ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, പിന്നെ പിന്നെ സെക്കൻഡ് സ്കില്ലാണ് ചോപ്പ്. ഇങ്ങനെ ചെയ്യാൻ, പിന്നെ മറ്റേ കാലം കൊണ്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. നിങ്ങളിപ്പോൾ ലെഫ്റ്റ് കൊണ്ടോ റൈറ്റ് കൊണ്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ കാലം കൊണ്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് കൊണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യാൻ മറ്റേ കാലം കൊണ്ട് ഇതിൽ സ്പീഡിൽ ചെയ്യണം. തേർഡ് സ്കില്ലാണ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ചോപ്പാണ്. ഇങ്ങനെ ചെയ്യുക, പിന്നെ ഭയങ്കര എളുപ്പമാണ്. സ്റ്റെപ്പാണ് ഇങ്ങനെ, സ്റ്റെപ്പ് 2. പിന്നെ സ്കിൽ 4 ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഡിഫൻഡറിലേക്ക് എടുക്കണമെന്ന് വെച്ചിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് അവർ നട ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റ് നെറ്റിലൊക്കെ എടുക്കുക. കാണിച്ചു തരാം. സ്പീഡ് ചെയ്യണം. സ്റ്റെപ്പ് 1 ഇങ്ങനെ, പിന്നെ ഇതിങ്ങനെ. അത് സ്പീഡ് ചെയ്യാൻ വലിയ ഇതില്ല, വലിയ കുഴപ്പമില്ല. സ്പീഡിൽ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് നടന്നു. പിന്നെ സ്റ്റെപ്പ് 5 അല്ല, സ്കിൽ 5 ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്കില്ലാണ്. നമ്മളിങ്ങനെ ചെയ്യുക, പിന്നെ ഇങ്ങനെ ചെയ്യുക. സ്റ്റെപ്പ് 1 നമ്മളിങ്ങനെ ബോൾ ഇങ്ങനെ ആക്കുക, ബോൾ ഇങ്ങനെ ചെയ്യുക, പിന്നെ ഇങ്ങനെ ചെയ്യുക. സ്റ്റെപ്പ് 1 ഇങ്ങനെ, പിന്നെ സ്റ്റെപ്പ് 2 സ്പീഡിൽ ചെയ്യാം. മനസ്സിലായിണ്ടാവില്ല ഞാൻ ആദ്യം ചെയ്ത സ്കില്ലൊക്കെ. നമ്മൾ ആദ്യം മുതൽ കാണിച്ചു തരാൻ പോകുന്നു. ആദ്യം ഒറ്റ പ്രാവശ്യം കാണിച്ചിരുന്നു, പിന്നെ കാണിച്ചിട്ടില്ല. ആദ്യം സ്കില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തായിരുന്നു. സ്റ്റെപ്പ് 1 ഇങ്ങനെ, സ്റ്റെപ്പ് 2.
സെക്കൻഡ് സ്കില്ലായിരുന്നു ചോപ്പ്. ഇങ്ങനെ ചെയ്തിട്ട് സ്റ്റെപ്പ് 1 ഇങ്ങനെയും പിന്നെ ഇങ്ങനെയും. അപ്പം നമ്മുടെ തേർഡ് സ്കില്ലായിരുന്നു ഡബിൾ ചോപ്പ്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും. സ്റ്റെപ്പ് 1 ഇങ്ങനെ പിന്നെ ഇങ്ങനെ സ്പീഡിൽ ചെയ്യണം. സ്കിൽ 4 ആയിരുന്നു, വെറുതെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഡിഫറൻറ്റ് ചേർന്ന് അവിടേക്ക് അടിക്കണമെന്ന് വെച്ചിട്ട് നട തുറക്കൊന്നുമില്ല. മതി സ്റ്റെപ്പ് 1 ഇങ്ങനെ പിന്നെ പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്കില്ലാണ് ഇങ്ങനെ ചെയ്യുക. സ്കില്ല് ചെയ്യണം. സ്റ്റെപ്പ് 1 ഇങ്ങനെ പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ച് ഒരു കാര്യം ഇവിടെ വെച്ചില്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചിരുന്നു. എന്നിട്ട് ഒരു കാര്യം ഇവിടെ വെച്ചില്ലെങ്കിൽ ഈ കാര്യം ഇവിടെ വെച്ച് ഒരു കാര്യം ഇവിടെ വെച്ചില്ലെങ്കിൽ ഈ കാര്യം ഇവിടെ വെച്ചില്ലെങ്കിൽ മറ്റേ കാര്യം ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെയാണ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയ്ക്ക് വരുന്നവർക്കും ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.